അപ്പൊ നമ്മൾ QGIS ഓപ്പൺ ചെയ്ത് അത് ലോഡായി വരാൻ വെയിറ്റ് ചെയ്യുന്നു. QGIS-ല് ലേയേഴ്സിൽ ജിയോ റെഫറൻസ് ചെയ്യാനുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ്. അപ്പം ജിയോ റെഫറൻസ് സാധാരണ റാസ്റ്ററിൽ ആണ് കിടക്കേണ്ടത്. ബട്ട് ചില സിസ്റ്റത്തിൽ ലേയേഴ്സിലായിരിക്കും. അപ്പൊ ലേയേഴ്സിൽ ജിയോ റെഫറൻസ് നമ്മൾ ഓപ്പൺ ചെയ്യും. എന്നിട്ട് നമുക്ക് ഒന്നെങ്കിൽ ഫയൽ വഴി ഓപ്പൺ റാസ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് ഓപ്പൺ റാസ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ ഫയല് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ ഏതാണ് സെലക്ട് ചെയ്യുക. ഇവിടെ സൗത്ത് പൂനെ ടോപ്പോ ഷീറ്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്നത് ജിയോ റെഫറൻസിങ് ആണ്. നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ആയിട്ട് വരുന്നത് ജിയോ റെഫറൻസിങ്. സോ സൗത്ത് പൂനെ ടോപ്പോ ഷീറ്റ്സ് നമ്മുടെ QGIS-ലോട്ട് കൊണ്ടുവന്നു. ഇനി ചെയ്യാനുള്ളത് ഇതിന്റെ 4 പോയിന്റ്സിനും നമുക്ക് കോർഡിനേറ്റ്സ് കൊടുക്കണം. അവിടെ ഓൾറെഡി മാപ്പിലുണ്ട്, അതിന് ജിയോ റെഫറൻസ് അല്ലെങ്കിൽ ആക്ച്വൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും നമുക്ക് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ നമുക്ക് GCP പോയിന്റ് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ കോർണേഴ്സിലോട്ട് സൂം ചെയ്തിട്ട് GCP പോയിന്റ് അടിക്കുക. അതിന്റെ ഈ ക്രോസ് അതിന്റെ കറക്റ്റ് കോർണറിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റിലും, അതായത് ഇപ്പം 7349 എന്നുള്ള അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് ആണ്. അപ്പൊ 73/49 അതിന്റെ ഡിഗ്രീസ് കഴിഞ്ഞിട്ട് മിനിറ്റ്സിലോട്ട് വരുമ്പോഴത്തേക്ക് സ്പേസ് ഇട്ടിട്ട് കൊടുക്കുക. അതിന്റെ ലോഞ്ചിറ്റ്യൂഡ് ഈസ്റ്റ് അല്ലെങ്കിൽ എക്സിലും അതിന്റെ ലാറ്റിറ്റ്യൂഡ് വൈയിലും കൊടുക്കുക. സോ ലാറ്റിറ്റ്യൂഡ് ഇവിടെ 18 ആണ്. 1828. ഓക്കെ. ഇനി നമ്മൾ അടുത്ത കോർണറിലോട്ട് മാറ്റിയിട്ട് അടുത്ത കോർണറിലും ഇതുപോലെ ഇങ്ങനെ കൊടുക്കുക. അങ്ങനെ 4 കോർണേഴ്സിലും നമ്മൾ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. അടുത്ത കോർണറിലോട്ട് പോവുക. അവിടെ ഈ GCP പോയിന്റ് എന്നുള്ള ഇത് വെച്ചിട്ട് തന്നെ ക്രോസ് കൊണ്ടുവരിക, പോയിന്റ് മാർക്ക് ചെയ്യുക. അതിന്റെ 73/49 അതിന്റെ നോർത്തിൽ 18/25. ഓക്കെ. ഇതുപോലെ 4 കോർണേഴ്സും കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ 4 പോയിന്റ്സും ഇപ്പം എൻ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ 4 പോയിന്റ്സ് നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്തിരിക്കുന്ന ഇവിടെ താഴത്തെ GCP ടേബിളിൽ കാണാം. ഇനി ചെയ്യാനുള്ളത് ഇവിടെ നമുക്ക് GCPയുടെ അല്ലെങ്കിൽ നമ്മുടെ ജിയോ റെഫറൻസിന്റെ കൺട്രോൾ ഇതുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ സെറ്റിംഗ്സിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ടൈപ്പ് പോളിനോമിയൽ 1 ആണെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ യൂസ് 0 ഫോർ ട്രാൻസ്പെറൻസി നീഡഡ് എന്നുള്ള ബോക്സ് ടിക്ക് ഇടാനും ലോഡിംഗ് പ്രൊജക്ട് വേണ്ടാണെന്നുള്ള ബോക്സും ടിക്ക് ഇടാനും ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ ഫസ്റ്റ് തന്നെ നമ്മളിത് ഔട്ട്പുട്ട് ഫയല് എവിടെയാണ് ഇത് സേവ് ചെയ്യേണ്ടത് എന്നുള്ള സ്ഥലവും നമ്മൾ കൊടുത്തിരിക്കണം. എവിടെയാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത് അവിടെ സൗത്ത് പൂനെ S2 എന്ന് പറഞ്ഞ് ഞാൻ സേവ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് ഇതാണ് ജിയോ റെഫറൻസിന്റെ റണ്ണിങ് ഓപ്ഷൻ, സ്റ്റാർട്ട് ജിയോ റെഫറൻസ് കൊടുക്കുന്നു. സോ നമ്മുടെ ജിയോ റെഫറൻസിന്റെ ഡാറ്റ ഇവിടെ വന്നു കഴിഞ്ഞു. എന്നിട്ട് ജിയോ റെഫറൻസ് GCP പോയിന്റ്സ് നമുക്ക് സേവ് ചെയ്യുകയും കൂടെ ചെയ്യും. അതിന്റെ ലൊക്കേഷൻസ് കൊടുക്കുക. ഇനി ഇവിടെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ മാപ്പിൽ നമ്മളിങ്ങനെ കേഴ്സർ വെച്ച് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കോർഡിനേറ്റ്സ് നമ്മൾ ഏത് പോയിന്റ് ആണോ നോക്കുന്നത് ആ പോയിന്റിനനുസരിച്ച് ഇതിന്റെ കോർഡിനേറ്റ്സ് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും മാറുന്നതാണ്. അപ്പം നമ്മൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ ടോപ്പോ ഷീറ്റ് എന്തായി ജിയോ റെഫറൻസിലായി. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് ജിയോ റെഫറൻസ്.